വലിയ ബന്ധപ്പാട് കൂടാതെ ഈ സാമൂഹ്യ തിന്മയെ അതിജീവിച്ച് ജീവിക്കത്തക്കവണ്ണമുള്ള പശ്ചാത്തലം ദൈവം നമുക്ക് തന്നു എന്നുള്ളത് വളരെ വലിയൊരു ദൈവകൃപയാണ്. ഒരാളുകൾക്ക് എന്തൊരു ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാനും ചെയ്യാനും ഒക്കെ ഇടയായിട്ട് തീരുന്നത്. എന്നാൽ ഈ കൃപയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്ന് നമുക്ക് ഈ പ്രകാശനം തന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ നമുക്ക് ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. എന്നാൽ ഈ കൃപയിലേക്ക് വരാനും ഈ നല്ല തീരുമാനം എടുക്കാനും ഒക്കെ നമുക്ക് അവസരം തന്നു എന്നുള്ളതും നാം വളരെ നന്ദിയോടെ ഓർക്കേണ്ടുന്നതായൊരു കാര്യമാണ്. എന്നാൽ ഈ കാര്യത്തെക്കുറിച്ചുള്ളതായ വലിയ ചോദ്യങ്ങൾ ഉയരുന്നു. അത് ആവശ്യമില്ല എന്നൊക്കെ പലരും വിശദീകരിക്കുന്നു. അപ്പോൾ നാം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ അത് സൂക്ഷിക്കുന്നു എന്നുള്ളത്, അതിൻ്റെ ഒരു കാരണം ഞാൻ ഈ സന്ദേശത്തിൽ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം 1 നൂറ്റാണ്ടിലധികമായി നമ്മുടെ പിതാക്കന്മാരുടെ പ്രകാശിപ്പിച്ച് കിട്ടിയതായ ഈ സത്യത്തെ കാര്യമായ ക്ഷതം കൂടാതെ സൂക്ഷിക്കാനായിട്ട് ദൈവം കൃപ തന്നു എന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടെയാണ് ഓർക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർക്ക് ഈ പ്രകാശനം കിട്ടിയതിന്റെ പകുതി പ്രായം എനിക്കായിട്ടുള്ളൂ. എന്നാൽ ഈ സത്യം സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഒരു അതിശയമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ വരവ് വരെ അത് സൂക്ഷിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും ഞാൻ ദൈവസന്നിധിയിൽ തുടരുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഈ ആമുഖത്തിൽ എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ആഭരണം ഉപേക്ഷിച്ചു എന്നുള്ളത് വേർപാടിന്റെ വളരെ പ്രായോഗികമായൊരു സാക്ഷ്യമാണ്. അത് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. വേർപാടിനെ കുറിച്ച്, ഇസ്രായേൽ ജനത്തിന്റെ വേർപാടിനെ കുറിച്ച് ഏറ്റവും നല്ല സാക്ഷ്യം പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. അങ്ങേരുടെ പേരെന്ന് പറയാമോ? അങ്ങേര് പറഞ്ഞതിനേക്കാൾ നല്ല സാക്ഷ്യം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. സംഖ്യ 21:9 വാക്യം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളോട് കൂടെ എണ്ണപ്പെടുന്നതുമില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെയാണ് ഈ സാക്ഷ്യം നഷ്ടപ്പെടുത്താൻ ഒരു ദുരുപദേശം പറഞ്ഞു കൊടുത്ത് അതിൽ നിന്ന് ദൈവജനത്തെ വ്യതിചലിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിന് പുതിയ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു പേരുണ്ട്. പേരെന്ന് പറയാമോ നിങ്ങൾക്ക്? ബിലയാമിന്റെ ഉപദേശം. ബിലയാം കൊടുത്ത ഉപദേശം വഴിവിട്ട വിവാഹ വഴിയിലൂടെ ഈ ജനത്തിന്റെ വേർപാട് നഷ്ടപ്പെടുത്തേണ്ടതിന് വേണ്ടിയായി. ഞാൻ ഏറെ ആദരിക്കുന്ന ഒരു ദൈവദാസൻ തന്റെ കുടുംബത്തെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ കൂടെ പറയാറുള്ളൊരു വാചകം ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 5 മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കളുടെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ മക്കളുടെ വിവാഹമെല്ലാം അതിർക്കകത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്. വിശദീകരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് കരുതുകയാണ്. ഇന്ന് അതിർക്ക് പുറത്താണ് പലരും ദൈവഹിതം കാണുന്നതായി കാണുന്നത്. ഇതൊരു വൈരുദ്ധ്യമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വഴിയിലാണ് ദൈവത്തിന്റെ ജനം ഏറെ സൂക്ഷിച്ചിരുന്നതായ വളരെ മനോഹരമായിട്ടുള്ളതായ വേർപാടിന്റെ സാക്ഷ്യം നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ വലിയ സത്യം, ആ ചരിത്രം നമ്മൾ ഇവിടെ ഒന്ന് അനുസ്മരിക്കുവാനുള്ളതായ ആവശ്യകത ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായിട്ടുള്ള ദൈവകൃപ നമുക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി വിശദമായിട്ട് നമുക്കിത് ചിന്തിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ തിരുവെഴുത്തിന്റെ പ്രകാശനത്തിൽ 4 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രകാശനം അനുസരിച്ച്, സമയമനുസരിച്ച് അതിന്റെ വിശദീകരണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം എന്നാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം, ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെട്ടിട്ടുള്ള പല വചനഭാഗങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുന്നില്ല. എന്നാൽ അതിൽ ഒരു വേദഭാഗം മാത്രം, നമുക്കറിയാം ചില വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് എന്നുള്ളത് നമുക്ക് ആ വേദഭാഗത്ത് നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ ഒരു വേദഭാഗം മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് ചിലർക്ക് തോന്നും ഇതിനേക്കാൾ പറ്റിയ ചില വേദഭാഗങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ ഈ നോട്ടിനോട് ചേർത്ത് ഉൾക്കൊണ്ട് പ്രയോജനപ്പെടുത്തണം എന്ന് ഓർപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നല്ല പരിചയമുള്ള വാക്യങ്ങളാണ്. പിന്നെ എല്ലാം നമ്മൾ വായിക്കണ്ട എന്ന്
കരുതുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല എന്ന് ഇസ്രയേൽ മക്കളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. ഇനി 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം കൊടുത്തൊരു കൽപ്പന നമ്മൾ കാണുകയാണ്. വായിക്കാൻ പറ്റുമോ ആ 5-ാമത്തെ വാക്യം? നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കി കളയുക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറയുക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. കൽപ്പന പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവിടെ നീക്കിക്കളയുക എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ ആളാരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആരാണ് പറയുന്നത്? ഇവരോട് പറഞ്ഞതാണ് പക്ഷെ വളരെ കൃത്യമായിട്ട് ചോദിച്ചതല്ല. പിന്നെയോ അവർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിച്ചിട്ടാണ് ഈ കാര്യം ചെയ്തത് എന്നുള്ളതായ സത്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. തന്റെ ജനം തന്റെ സാക്ഷ്യത്തിൽ നിൽക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമായി കൊടുത്ത കൽപ്പനയായിട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കാണുകയാണ്. പിന്നീടുള്ള വേദപുസ്തക എഴുത്തുകളൊക്കെ വരുമ്പോൾ ആഭരണത്തെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ നമ്മൾ ഇസ്രായേലിനോട് കാണുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ വന്നു എന്നുള്ളൊരു സൂചന ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് ഉണ്ട്. ഇവർ ജാതികളോട് ഇടകലരാൻ ഇടയായിട്ട് തീർന്നപ്പോൾ ഇത് ഇവരുടെ ഉള്ളിലേക്ക് വരാനും ചില കാലഘട്ടങ്ങളിലൊക്കെ അത് വ്യാപകമായി തീരാനും ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, തന്റെ ജനത്തെ മിസ്രയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഈ വിഷയത്തിൽ അവർ സൂക്ഷിക്കേണ്ടിയിരുന്ന ആ പ്രമാണം വളരെ വ്യക്തമായി മോശ മുഖാന്തരം കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ആദ്യം പറഞ്ഞത് ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് ഇങ്ങനെയുള്ള തിരുവചനത്തിലൂടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കും. ഈ രണ്ടാമതായിട്ട് ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ പറയുന്നതായിട്ട് ജീവിതത്തിൽ നമ്മൾ പറയണമെന്ന് വിചാരിക്കുന്നത്, കർത്താവിന്റെ ഉപദേശത്തില് ഒരു വ്യക്തത ഈ വിഷയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. വളരെ വൃത്തായ ഒരു വിശദീകരണമാണ്. അത് ഈ കൊച്ചു പ്രശ്നത്തിൽ മുഴുവൻ വിശദീകരിക്കാൻ പറ്റുകയും. അപ്പൊ ഞാൻ അതിന്റെ ഒരു സൂചന ഒന്ന് പറയാം. ബാക്കി വിശദാംശങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന വിശ്വാസികൾ സമ്പർക്കം എന്നുള്ളതായ പുസ്തകത്തിൽ വിശദീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതെന്റെ അടുത്ത ദിവസം സ്പർശിക്കുന്ന വാക്യങ്ങൾ എടുത്ത് പറയുന്നു. ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന വചനത്തിന്റെ കൃത്യതയും ആധികാരികതയും വെളിപ്പെടുത്തുന്നുണ്ട്. വായിക്കണം നിർബന്ധമില്ലല്ലോ. ഇതൊരു വള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകയില്ല. അപ്പോ ഇത് പറഞ്ഞിട്ടാണ് പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ധനവാന്റെയും ലാസറിന്റെയും സംഭവം കർത്താവ് വിശദീകരിക്കുന്നത്. അതൊരു ഉപമയല്ലെന്ന് ഞാൻ ഈ യോഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മളത് പലപ്പോഴും ഓർക്കാറുള്ളതാണ്. അപ്പോൾ വചനത്തിന്റെ കൃത്യത ചൂണ്ടിക്കാണിച്ചിട്ടാണ് 19 മുതലുള്ള വാക്യങ്ങളിൽ ഈ സംഭവം, പ്രത്യേകിച്ച് മരണാനന്തര ജീവിതത്തെ മറനീക്കി വെളിപ്പെടുത്തുന്നതായ ഈ 2 വ്യക്തികളുടെ മരണാനന്തര അനുഭവം വിശദീകരിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഇടയ്ക്ക് പ്രസംഗത്തിലൊക്കെ പറയാറുള്ളൊരു പ്രയോഗം മാത്രം ഒന്ന് എടുത്തു പറയുകയാണ്. പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച ധനവാനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യമാണ്, ആഡംബരത്തിൽ ജീവിക്കുന്നത് ആരുടെ ലക്ഷണമല്ല, സ്വർഗത്തിൽ പോകാനുള്ളവരുടെ ലക്ഷണമല്ല. അപ്പൊ ഇവിടെ ഈ വാക്യത്തിന്റെ വിശദീകരണത്തിൽ ആഭരണം മാത്രമല്ല വരികയുള്ളൂ. എങ്കിലും അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്ന് എടുത്ത് പറഞ്ഞ് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക ചെലവിനങ്ങളെ പ്രധാനമായും 3ആയി തിരിക്കാം. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതാണ്, എങ്കിലും ഇവിടെ ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. ആദ്യം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടാം. കർത്താവിന് കൊടുക്കുന്ന കാര്യം ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെയുള്ള ചെലവിനത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇതൊന്നും വിശദീകരണം പറയുന്നില്ല. വിശദീകരണം വേണ്ടവർ നമ്മുടെ പുസ്തകം റെഫർ ചെയ്താൽ ധാരാളം മതിയായിരിക്കും. പിന്നെ രണ്ടാമത്തേത് ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടാം. ആ വാക്ക് ഞാൻ ഒത്തിരി ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ആവശ്യമാണെന്ന് നമുക്ക് തോന്നും,
ആവശ്യം എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ പണം ചിലവിടുമ്പോൾ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം പരിശോധിച്ച് പ്രാർത്ഥിച്ച് ഉറപ്പുവരുത്തി വേണം നമ്മൾ പണം ചിലവിടുവാനായിട്ട്. ഇതിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ ആവശ്യം ദൈവത്തോട് പറയാം, ദൈവമേ ഇങ്ങനെ ഒരു ആവശ്യം തോന്നുന്നുണ്ടല്ലോ, ഞാനത് വാങ്ങണമോ വാങ്ങാതിരിക്കണമോ എന്നുള്ളത് ദൈവത്തോട് ചോദിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. എനിക്ക് കുറെ വർഷങ്ങൾ മുമ്പ്, അടുത്ത കാലത്തൊന്നും ഞാൻ ഷർട്ട് വാങ്ങിയിട്ടില്ല, വാങ്ങേണ്ട ആവശ്യം വരാറുമില്ല. അതെല്ലാം പിള്ളേർ ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു കല്യാണം നടത്താൻ അത്യാവശ്യമുണ്ട്, ഭംഗിയായിട്ട് ഞാനൊരു ഷർട്ട് ഇല്ലല്ലോ എന്നൊരു ചിന്തയുണ്ടായി. ഒരെണ്ണം വാങ്ങിയാലോ എന്നൊരു ചിന്തയും മനസ്സിൽ വന്നു. ചില ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. ഒരു ക്രിസ്തുമസ് ദിവസമായിരുന്നു. ഞാൻ എറണാകുളത്തൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. വാങ്ങണമെങ്കിൽ ഇന്ന് വാങ്ങാൻ സൗകര്യമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ യാദൃച്ഛികമായിട്ട് അന്ന് രാവിലെ പാടിയ പാട്ട് നിരുപമ പ്രഭയണിഞ്ഞിരുന്നവൻ പഴംതുണി ധരിച്ചതും ചെറിയ സംഗതിയോ എന്നുള്ളതായ പാട്ടിന്റെ ലൈൻ പാടിയപ്പോൾ ദൈവാത്മാവ് പറയും, പോലുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് കല്യാണം നടത്തിയാൽ മതി, ഷർട്ടുകൾ പലതും ഉണ്ടല്ലോ എന്നൊരു ഉത്തരവും കിട്ടി. അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഇത്രയൊന്നും ഭംഗിയായിട്ട് ഇപ്പോൾ നോക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അന്നൊക്കെ ഈ വചനം പ്രകാശിച്ചു കിട്ടിയ തുടക്ക നാളുകളായിരുന്നു. അതിന്റെ ആ പുതുമ നഷ്ടപ്പെടാതെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചിലപ്പോഴൊക്കെ വഴുതി പോയിട്ടുണ്ടോ എന്ന് സന്ദേഹവുമുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ആവശ്യമെന്ന് തോന്നുന്ന കാര്യം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ പണം ഉപയോഗിക്കാവൂ. അല്ലാതെ ഉപയോഗിക്കുന്നത് ചെലവിനത്തിൽ വരുന്നതായ പാപമാണ്. അത് നമ്മൾക്ക് വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്ന സത്യമാണ്. 3-ാമത്തെ ചെലവ് അനാവശ്യമാണ്. ഒരാവശ്യമില്ല, അതിനുവേണ്ടി പണം ചിലവിടുകയാണ്. അതിനുപയോഗിക്കാവുന്ന ഒരു വാക്കാണ് നമ്മൾ ലൂക്കോസ് 16:19 കണ്ടത്. ആഡംബരത്തിനു വേണ്ടി ദൈവമക്കൾ പണം ചിലവിടുന്നത് പാപമാണ്. ഇനി ഞാൻ ആ 3-ാമത്തെ ചെലവിനത്തെ ഒന്നുകൂടി വിഭജിക്കുകയാണ്. അപ്പൊ ഈ ആഡംബരത്തിനായിട്ട് പണം ചിലവിടപ്പെടുമ്പോൾ അതൊന്നുകൂടി വിഭജിച്ചാൽ, ആദ്യത്തേത് അത്യാവശ്യത്തിൽ ആരംഭിക്കുന്നതും ആഡംബരത്തിലേക്ക് തെറ്റിപ്പോകാവുന്നതുമായ ചില കാര്യങ്ങൾ ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. വസ്ത്രം അത്യാവശ്യമാണ്. പക്ഷെ വസ്ത്രം ചിലപ്പോൾ വാങ്ങുമ്പോൾ വിലക്കപ്പെട്ടിരിക്കുന്ന വിലയേറിയ വസ്ത്രത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ അറിയാതെ തെറ്റിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിൽ ആരംഭിക്കുന്നതും ആഡംബരത്തിലേക്ക് ചെന്ന് പെടാവുന്നതുമാണ്. വീട് അത്യാവശ്യമാണ്. പക്ഷെ വീട് പണിയുമ്പോൾ അതിൽ ആഡംബരം കടന്നു വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് ഈ ആദ്യ ഗണത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മത പാലിച്ച് നമ്മൾ തെറ്റുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ നമുക്ക് അതിനങ്ങനെ സഭയിൽ ഒരു നിയമമോ ഒന്നും വെക്കാനായിട്ട് പറ്റുകയില്ല. എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് സഭാംഗങ്ങൾ പണിയേണ്ടതെന്ന് പറയാനോ, എത്ര വില വരെയുള്ള സാരി വാങ്ങാമെന്നോ ഷർട്ട് വാങ്ങാമെന്നോ ഒരു നിബന്ധന വെക്കാനോ ഒന്നും പറ്റുകയില്ല. ഇത് നല്ല മനസാക്ഷിയിൽ തങ്ങൾക്ക് പ്രാർത്ഥനാപൂർവ്വം തീരുമാനിച്ചെടുക്കാവുന്ന കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ ആഡംബരത്തിൽ 2-ാമത്തെ ഗണം എന്ന് പറയുന്നത് തീർത്തും അനാവശ്യമായ ആഡംബരമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിനു വേണ്ടി പലപ്പോഴും തങ്ങളുടെ പ്രൗഢിയും സമ്പത്തുമൊക്കെ വെളിപ്പെടുത്തേണ്ടതിനു വേണ്ടി പണം വിനിയോഗിക്കാനുള്ളതായ വലിയ സാധ്യത ഉണ്ട്. അതിൽ ആദ്യം പറയാവുന്ന ഉദാഹരണമാണ് ആഭരണം എന്ന് പറഞ്ഞാൽ യാതൊരു ഉപയോഗവുമില്ല. പിന്നെ ആളുകളെല്ലാം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവിടെ നമ്മൾ സാമ്പത്തിക വീക്ഷണത്തിൽ തന്നെ അത് കുറ്റമായിട്ടാണ് ഇരിക്കുന്നത്. 1-2 ഉദാഹരണങ്ങളോടെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പറയട്ടെ. ഇപ്പോൾ ഈ പട്ടിയെ വളർത്തുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു ഭ്രാന്തായിട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാല് അതിനുവേണ്ടി എന്തോ ഒരു പണം ചെലവിടുവാൻ ഇടയായിട്ട് തീരുകയാണ്. പിന്നെ കാര്യം, ഒരു മീനൊക്കെ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കുന്നത് കാണാൻ ഒരു രസം കാണുമായിരിക്കും. അക്വേറിയം. ഒരു സഹോദരൻ ഞാൻ പറയുമ്പോൾ ഓർമ്മ വരും. അദ്ദേഹം ഇപ്പൊ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ സഭയിൽ ഞാൻ ഈ സമ്പത്തിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞ് പോയി. അപ്പൊ അദ്ദേഹം ഉച്ചയ്ക്ക് ഉണ്ടാൻ പോയി തന്റെ ബൈക്കിന്റെ പുറയിലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വിചാരിക്കുക. അദ്ദേഹം പറഞ്ഞു, കാര്യം എനിക്ക് വലിയ കുറ്റബോധമായിട്ടാണ് ഞാനിപ്പോ അതിനെ കൊണ്ട് പോകുന്നത്. അദ്ദേഹം ഒരു കടൽ ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കടമെടുത്തിന് അടയ്ക്കുന്നതിന് എന്തെന്നൊരു പേര്, ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനായിട്ട് അടയ്ക്കാവുന്ന നിലയിൽ
ഒരു അക്വേറിയം വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അത് തന്നെ കൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു വിഷമമുണ്ട്, എനിക്ക് പറയാതിരിക്കണേ എങ്ങനെയാ എന്ന് വിചാരിച്ചാൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാനിടയായിരുന്നു. അങ്ങനെയൊക്കെ ആളുകൾ പണം ചെലവിട്ടുകളെ. കാരണം ഇൻസ്റ്റാൾമെന്റ് അടച്ച് ഒരു പ്രയോജനമില്ലാത്ത സംഗതികൾക്ക് വേണ്ടി പണം ദൈവമക്കൾ ചെലവിടാനായിട്ട് പാടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഇത് ആഡംബരത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. യാദൃശ്യമായിട്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ആഭരണമൊക്കെ ഒഴിഞ്ഞ് ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടി വളരെ സൂക്ഷ്മത പാലിക്കുന്നത് നാം പുലർത്തുന്ന വേർപാടിന്റെ മനോഹരമായ സാക്ഷ്യത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് അത് കരുതിയിരിക്കാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി ഞാനൊന്ന് പറഞ്ഞു പോകാം. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ ആഡംബരത്തിൽ പണം ചിലവിടുന്നത് പാപമാണെന്നും ആ പാപത്തിന് ശിക്ഷയും പരിണിത ഫലങ്ങളും ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? അവൾ തന്നെത്താൻ കുളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുക്കുകയും മതി. അവിടെ ആ പ്രയോഗത്തിൽ ഒരു വലിയ സത്യം നമ്മൾ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇൻ ദ മെഷർ ദാറ്റ് ഷീ ഗ്ലോറിഫൈഡ് ഹെർസെൽഫ് ആൻഡ് ലിവ്ഡ് ലക്ഷൂറിയസ്ലി ഇൻ ദ സെയിം മെഷർ ഗീവ് ഹെർ ടോർമെന്റഡ് സോൾ. എന്ത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്! ആഡംബരത്തിൽ ലക്ഷറിയിൽ ജീവിക്കുന്നത് അതേ അളവിൽ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ കാരണമായിട്ട് തീരും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാതെ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കും. വെളിപ്പാട് പുസ്തകത്തിലെ വചനങ്ങൾ ആര് പറഞ്ഞു എന്നുള്ളതിന് ഒത്തിരി പ്രാധാന്യം ഇല്ലെങ്കിലും ഞാനിവിടെ ഒന്ന് ചേർത്ത് പറയട്ടെ, അത് ശരിക്കും ആരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്? നമ്മുടെ കർത്താവ് യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്നെയാണ് ലൂക്കോസ് 16:19 വാക്യവും പറഞ്ഞത്. അപ്പോ ഇതൊക്കെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തപ്പെടുന്ന സത്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാരണത്തിൽ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ഇത്രയും വ്യക്തത നമുക്ക് ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിനാൽ നമുക്ക് ഈ മാതൃകയെ പിൻപറ്റാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് ചിലവിനങ്ങളിലെല്ലാം ഈ പ്രമാണം സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പാക്കാനായിട്ട് സാധിക്കട്ടെ. മൂന്നാമത്തെ കാരണം, അപ്പസ്തലിക മാതൃക ഈ വിഷയത്തിൽ ഉണ്ട്. പ്രവൃത്തിയുടെ പുസ്തകം 3 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഒന്നാമനായ പത്രോസിന്റെ ഒരു മനോഹരമായ സ്റ്റേറ്റ്മെന്റ് തന്നെ കുറിച്ച് ഉണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും, അത് പറയാം. വെള്ളിയും പൊന്നും എനിക്ക്. അപ്പോൾ അപ്പോസ്തലന്മാർ വിവാഹിതനായിരുന്നു എന്നുള്ളതിന് ഉറപ്പുള്ള ആളാരാണ്? പത്രോസാണ്. അപ്പോൾ പത്രോസിന്റെ കയ്യിൽ ഒരു വിവാഹ മോതിരമെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അപ്പസ്തലിക മാതൃക ഈ വിഷയത്തിൽ വളരെ വ്യക്തമായി നമുക്ക് ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു സത്യം വചനത്തിന്റെ പുറത്തു നിന്ന് കൂടി ഓർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചില ആളുകളൊക്കെ കല്യാണ മോതിരമൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടാൽ തോന്നും ഇത് വേദപുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നും. നമ്മിൽ പലർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം ലോകത്തിലുള്ള ആളുകൾക്ക് അറിയാം. കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിന്റെ ഒരു പ്രസംഗം 1974 അദ്ദേഹം കോഴിക്കോട് ചെയ്തൊരു പ്രസംഗം അന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നായിരുന്നു. അത് നിങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പത്രത്തിൽ വന്ന ഉദ്ധരണി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉണർത്തപ്പെട്ട സഭ എന്നുള്ളതായ ആ പുസ്തകത്തിന്റെ 21-ാമത്തെ പേജിൽ ഉദ്ധരിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നിങ്ങൾ പിന്നെ അത് വായിച്ച് നോക്കിയാൽ മതി. അവിടെ അദ്ദേഹം വളരെ ഗൗരവമായി സമർപ്പിക്കുന്നതായ ഒരു സത്യം ഇന്ന് സഭയിൽ കാണുന്ന, അദ്ദേഹം പറയുന്ന കത്തോലിക്ക സഭയുടെ കാര്യം ആയിരിക്കുമല്ലോ, സഭയിൽ കാണുന്ന പല കാര്യങ്ങളും പേഗൻ മതങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുള്ളതാണ്. ഈ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പേഗൻ മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. വിജാതീയ മതങ്ങളിൽ നിന്ന് ക്രൈസ്തവ സഭ അതാത് കാലത്ത് സ്വാംശീകരിച്ചിട്ടുള്ളതാണെന്ന് വലിയ പണ്ഡിതനായിരിക്കുന്ന ആ കർദിനാള് ആ പ്രസംഗത്തിൽ സമർത്ഥിക്കുന്നു. അദ്ദേഹം ക്രിസ്തീയ സഭയുടെ ഗുണം പറയാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. കാരണം ക്രിസ്തീയ സഭ അങ്ങനെ ഒരു വാതിൽ അടഞ്ഞ ഒരു പ്രസ്ഥാനമല്ല, മറ്റ് നന്മകളെല്ലാം ഏറ്റെടുക്കുന്ന പ്രസ്ഥാനമാണ് എന്നുള്ളത് തെളിയിക്കാനായിട്ട് 9 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ആ 9 കൂട്ടം കാര്യം ഇപ്പൊ ഞാൻ ഈ പ്രസംഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഈ 9 കൂട്ടം കാര്യങ്ങളിൽ വിവാഹത്തിന് മോതിരം കൊടുക്കുന്നതും പേഗൻ മതങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചതാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്.
കൂട്ടത്തിൽ മെഴുകുതിരി എത്തിക്കുന്ന കാര്യവും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്ന കാര്യവും ഒക്കെ മറ്റ് ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ചിലതൊക്കെ പറയുന്നത് എന്താ, മെഴുകുതിരിയല്ലേ കത്തിച്ചോട്ടെ, വെളിച്ചമുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ട് നമുക്ക് കണ്ണു തുറന്നാൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. പുറജാതി മതങ്ങളിൽ നിന്ന് അങ്ങനെ സ്വാംശീകരിക്കപ്പെട്ട ദുരാചാരങ്ങളിൽ പെട്ടതാണ്, പുറജാതി ആചാരത്തിൽപ്പെട്ടതാണ് ഇത് എന്നുള്ളതായ കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവിടെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള തിരുവഴുത്തിന്റെ പ്രകാശനം ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. നമ്മുടെ സൈമൺ സാർ എഴുതിയൊരു പാട്ടിനോട് ബന്ധപ്പെട്ടൊരു പാട്ടുണ്ട്, പേർ പാടാനായിട്ട് ശ്രമിക്കുന്നില്ല. വേഷവിശേഷങ്ങൾ ആഭരണം ജാതികൾക്കൊത്ത ദൂരീകരിക്കുന്ന ഈ സോദരപൂരണം സാധിച്ചിടും കലാത്മിക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലിക മാതൃയുടെ സൂചന നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ആ സത്യത്തെ ഉൾക്കൊള്ളാനും മുറുകെ പിടിക്കാനും സാധിക്കുക എന്നുള്ളത് ഏറെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ 4ാമത്തെ കാര്യത്തിലേക്കും കൂടെ വന്ന് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ലേഖനങ്ങളിലുള്ള ചില പരാമർശങ്ങൾ ഞാനൊന്ന് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതെല്ലാം വിശദീകരിക്കാനായിട്ട് പ്രയാസമുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ സ്നാനവും ആഭരണോടൊക്കെ ആളുകൾ കൂട്ടിക്കലർത്തുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു സൂചന അവിടെ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ എത്ര മനോഹരമായിട്ടാണ് സ്നാനത്തിന്റെ പാഠങ്ങൾ വിശദീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ 6-ാം അധ്യായത്തിന്റെ 13-ഉം 19-ഉം വാക്യങ്ങൾ ഒരേപോലെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ അത് ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ 19-ാം വാക്യം, രണ്ടും ഒരുപോലെ ഇരിക്കുന്ന വാക്യമാണ്, എങ്കിൽ ആ 19-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ. റോമർ 6:19. ഞാൻ നിങ്ങളുടെ അവയവങ്ങളെ ധർമ്മത്തിനായി ചെല്ലിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി എനിക്ക് അടിമകളാക്കി സമർപ്പിക്കും. അവിടെ ഒടുവിലത്തെ വാചകം, ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനും നീതിക്കും അടിമകളാക്കി സമർപ്പിപ്പിൻ. നമുക്കിതിന്റെ വിശദാംശങ്ങൾ അറിയാം. നമ്മുടെ അവയവങ്ങൾ ആര് വിലയ്ക്ക് വാങ്ങിയതാണ്? കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ്. 1 കൊരിന്ത്യർ 6:19 വാക്യം, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. 15-ാമത്തെ വാക്യം നമ്മൾ കൂടെ കൂടെ ഓർക്കാറുണ്ട്. നിങ്ങളുടെ അവയവങ്ങൾ ഒന്ന് പൂരിപ്പിക്കാമോ? ക്രിസ്തുവിന്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലേ? അപ്പൊ അവിടെ അതറിയാത്തവരെ പോലെ കൊരിന്ത്യയിലെ ചില ആളുകൾ വർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ ദാസനെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? അപ്പോ ഇത്രയും വ്യക്തമായ ഒരു പ്രകാശനം ഉള്ളപ്പോൾ ക്രിസ്തുവിന്റെ അവയവങ്ങളിൽ ഈ കുണുക്കുകളൊക്കെ തൂക്കിയിടാനും ആഭരണം തൂക്കിയിടാനും നമുക്ക് ശരിക്കും അവകാശമുണ്ടോ? നിങ്ങൾ ഉത്തരം പറയാത്ത ഇല്ല. അത് കർത്താവിന്റെ മഹത്വത്തിന് ഉതകുന്നതേ അതിൽ ചെയ്യാം. അതുകൊണ്ട് 6:20 വാക്യത്തിൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് ആഭരണത്തിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അതിന്റെ പരിപാലനത്തിലും ഒക്കെ ഈ വലിയ സത്യം നമ്മൾ വിസ്മരിക്കുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. അപ്പൊ അവിടെയും കൂടെ നമ്മളങ്ങ് ഉറപ്പുവരുത്തിയാൽ പിന്നെ ഈ ചോദ്യം സാധാരണ ആളുകൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കത് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ നമ്മുടെ പിതാക്കന്മാരും ഒക്കെ ഈ പ്രകാശനത്തിലേക്ക് വന്നപ്പോൾ അവ ആളുകൾ രക്ഷിക്കപ്പെട്ടു. അവർ സ്നാനത്തിന് ആവശ്യപ്പെടുമ്പോൾ ഇതും തൂക്കിയിട്ടുകൊണ്ട് സ്നാനപ്പെടുത്താൻ പറ്റുകയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ആ തീരുമാനത്തിലേക്ക് എത്തുവാൻ ഇടയായിട്ട് തീർന്നു. അവർ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുകയാണ്, സ്നാനപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം പുകവലി നിർത്തുന്നില്ല. ആളെ സ്നാനപ്പെടുത്തും നമ്മൾ പെടുത്തൂല. കാരണം പുകവലിക്കുന്നൊരു കൽപ്പന വേദോസത്തിലില്ല. പക്ഷേ ഈ ശരീരത്തെ നശിപ്പിക്കുന്ന ആ ദുഷ്പരിചയമുള്ള ഒരാളെ സ്നാനപ്പെടുത്താനായിട്ട് നമ്മുടെ പിതാക്കന്മാർ ധൈര്യപ്പെട്ടില്ല. നമ്മളും ആ വഴി പോകാൻ പാടില്ല. കാരണം അത് ദൈവനാമത്തിന് അപമാനമായിട്ട് തീരും. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് എന്റെ ബാല്യത്തിൽ തന്നെ സിനിമ കണ്ടു എന്നറിഞ്ഞാൽ കർത്തൃമേശി പങ്കുകൾ സമ്മതിക്കാറില്ല. കാരണം സിനിമ കാണുന്ന വേദോസത്തിലുണ്ട്, ശരിക്കും കൽപ്പനയായിട്ടില്ല. ഇപ്പൊ എല്ലാം കൽപ്പനയാണ് ചോദിക്കുന്നത്, കൽപ്പനയായിട്ടില്ല. പക്ഷേ നമുക്കറിയാം, അശുദ്ധമായ കാഴ്ച ഹൃദയത്തെ അശുദ്ധമാക്കുമെന്നും അത് വിശുദ്ധ ജീവിതത്തിന്
വിഘാതമായി തീരുമെന്നും എത്രയോ വ്യക്തമായിട്ടാണ് വചനം പറയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാള് ഇതൊക്കെ തുടർന്നാലും സ്നാനപ്പെടുത്താം എന്ന് പറഞ്ഞാൽ അത് സ്നാനത്തിന്റെ ഉപദേശപരമായ സത്യത്തോട് യാതൊരു വിശ്വസ്തയും ഇല്ലാത്തതായ വിശദീകരണമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഇവിടെ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, സ്നാനം ഒരു ബാഹ്യമായ സാക്ഷ്യത്തിന്റെ അനുഷ്ഠാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബാഹ്യമായ സാക്ഷ്യം എന്നുള്ളതും അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ബന്ധത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ, പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപദേശ സത്യത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. അത് സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ ഒരു സത്യം കൂടി ലേഖനത്തിൽ നിന്ന് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട സത്യം ആ ബന്ധത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വാക്യം നമുക്ക് നല്ല പരിചയമുള്ളതാണ്, എങ്കിലും ഒന്ന് വായിച്ചോളൂ. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തി സ്വീകരണം ദൈവം ഉചിതമാക്കുവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പോൾ അവിടെ ഈ സത്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇതിന്റെ വ്യാകരണ ഭേദമൊന്നും ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. POC ബൈബിൾ ആഭരണം ധരിക്കുന്ന കൂട്ടക്കാര് പരിഭാഷ ചെയ്തിട്ടുള്ളതായ പരിഭാഷയാണ്. POC ബൈബിളിൽ ആ വാചകം നിങ്ങളൊന്ന് മനഃപ്പാഠം പഠിച്ചാൽ നല്ലതാണ്. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. ഇതാരും വളച്ചൊടിച്ച പരിഭാഷയാണെന്ന് വിചാരിക്കുന്നില്ല. ബ്രദറുകാരുടെ പരിഭാഷയുമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ ഈ കാര്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കൽപ്പനയല്ലേ? ഈ കൽപ്പന രേഖപ്പെടുത്തി തന്നത് ഇടയലേഖനത്തിലല്ലേ? ഇതല്ലേ സഭയിൽ പ്രായോഗികമാക്കാനായിട്ട് ആവശ്യമായിരിക്കുന്നത്. 1 തിമോഥെയോസ് 3:15 നമ്മൾ കൂടെ ചിന്തിക്കാനുള്ള ഒരു വാക്യം. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. എത്രയോ വ്യക്തമായിട്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ ഈ കാര്യം വിശദീകരിച്ച ശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രമാണത്തിന്റെ മഹത്വം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാനൊരു വേദഭാഗങ്ങളെ പരാമർശിച്ച് ഈ ദൂത് അവസാനിപ്പിക്കാൻ അതോടെ പറയാതിരുന്നത് അപൂർണതയാകും എന്നുള്ളത് കൊണ്ട് അതുകൂടെ പറയാം. 1 പത്രോസ് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മളതിപ്പോ വായിക്കാനായിട്ട് പോകുന്നില്ല, നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. 2 ചോദ്യത്തിന്റെ ഉത്തരം അവിടെ നിന്ന് കണ്ടെത്തിയെന്ന് പറയും. അലങ്കാരം എന്തല്ല? ആ ചോദ്യത്തിന്റെ ഉത്തരം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 4 വാക്യങ്ങളിൽ അലങ്കാരം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കപ്പെടുന്നതായി നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ ഓർപ്പിച്ച് ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അലങ്കാരം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെയാണോ നമ്മൾ പോകേണ്ടത്? എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നാലെയല്ലേ പോകേണ്ടിയിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിന്റെ പ്രകാശനത്തിലും ഇതെത്രയോ വ്യക്തമായി ഉൾക്കൊള്ളാവുന്ന ഒരു സത്യമായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ വായിച്ച് നിർത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. നാം എന്തുകൊണ്ടാണ് ആഭരണം ധരിക്കാതിരിക്കുന്നത്? ഇത് ദൈവത്തിന്റെ ഇഷ്ടം വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നതിനാലും ആഡംബരത്തിന്റെ ജീവിതശൈലി ദൈവമക്കൾക്ക് ഉള്ളതല്ലെന്ന് കർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നതിനാലും വെള്ളിയും പൊന്നും ഇല്ലാത്തതാണ് അപ്പോസ്തലിക മാതൃക എന്നുള്ളതിനാലും കർത്താവിന്റെ അവയവങ്ങളിൽ ആഭരണം തൂക്കിയിടുന്നത് അനുചിതമാണ്. ആകയാൽ ലേഖനങ്ങളിൽ വ്യക്തമായ വിലക്കുള്ളതിനാലുമാണ് നാം ആഭരണം ധരിക്കാതിരിക്കുന്നത്. ഈ വിശദീകരണത്തിന് അപൂർണതയുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും ഇതിന്റെ ഏറ്റവും ലളിതമായ സത്യം ഉൾക്കൊണ്ട് നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട്
ഇത് സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമ്മുടെ കർത്താവിന് വേണ്ടി വേർപെട്ടവരാണ് എന്നുള്ളത് ഈ കാര്യത്തിലും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നാണെങ്കിലും ജീവിക്കാം. ഈ സഭയിൽ ഈ സന്ദേശം പറഞ്ഞൊരു കാരണമുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളങ്ങനെ പിതാക്കന്മാർ മതി ഇതൊന്നും ഉണ്ടാകില്ല എന്നൊന്നും പറഞ്ഞ് പോകാനിടയായിട്ട് തീരാതെ ദൈവവചനം നമുക്ക് നൽകുന്ന പ്രകാശനങ്ങൾ വ്യക്തമാക്കി ആ സത്യത്തെ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനൊരു വാചകം കൂടി എടുത്തു പറയുകയാണ്. യിരെമ്യാപ്രവചനം 35-ാം അധ്യായത്തിൽ ഒരു രേഖാബി കുടുംബത്തിന്റെ മനോഹരമായ ചിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മുഴുവൻ തെറ്റിപ്പോയ കാലത്ത് ആ കുടുംബത്തെയാണ് ദൈവം പ്രവാചകനെ കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ പ്രവാചകൻ എന്ത് ആശ്വാസമായി കാണും. ഞാൻ മാത്രമല്ലല്ലോ, ഈ തലമുറയിൽ ഇത് സൂക്ഷിക്കുന്ന വേറെയും കുടുംബങ്ങളുണ്ടെന്നുള്ളത് ദൈവം അവിടെ തെളിയിക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ യോനാദാബ് ഉപദേശിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ സാധാരണ ഇസ്രായേലിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എങ്കിലും തന്റെ മക്കൾ വളരെ കൃത്യമായ വേർപാട് സൂക്ഷിച്ച് അബ്രഹാമിന്റെ മക്കളാണെന്നുള്ളത് അവർ സാക്ഷിച്ച് ജീവിക്കണമെന്ന് യോനാദാബ് ആഗ്രഹിച്ച് അത് തന്റെ മക്കൾക്ക് കൈമാറുകയാണ്. അങ്ങനെ നമ്മുടെ പീതാക്കന്മാർ നോക്കുന്നതായി സത്യം ഇത്രയും തിരുവഴുത്തിന്റെ പ്രകാശനം നമുക്ക് ഉള്ളപ്പോൾ അത് അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ തലമുറയിൽ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ പോർഷനിൽ ഒരു വാക്യമുണ്ട്, അവര് പാപത്തെ മുറുകെ പിടിച്ചു. 3-ാം അധ്യായത്തിലാണ്. നിങ്ങൾ വായിച്ചുകൊടുത്ത് കണ്ടെത്തി കാണും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പാപത്തെ മുറുകെ പിടിക്കണ്ട, പിന്നെയോ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, നമ്മുടെ മക്കളെ അത് പരിശീലിപ്പിക്കുവാൻ, പഠിപ്പിക്കുവാൻ, അങ്ങനെ വളർത്തുവാൻ, അവർ കർത്താവിന് വേണ്ടി ഇങ്ങനെ നിൽക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സംഗതിയാകട്ടെ എന്നതായ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. കർത്താവിന്റെ ഉയർന്ന നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുന്നു.